ഗ്രീൻ പനോരമ 2026 പരിസ്ഥിതി ചലച്ചിത്രമേളയ്ക്ക് തേക്കടിയിൽ തുടക്കമായി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ചലച്ചിത്രങ്ങളിലൂടെ സമൂഹത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മേളയ്ക്ക് പ്രമുഖ സംവിധായകൻ ഡോക്ടർ ബിജു തിരിതെളിയിച്ചു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയുടെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യത്തിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം ശക്തമായി ഉയർത്തിപ്പിടിച്ചാണ് തേക്കടിയിൽ ഗ്രീൻ പനോരമ 2026 പരിസ്ഥിതി ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായത്. പെരിയാർ ടൈഗർ റിസർവും ചൈതന്യ ഫിലിം സൊസൈറ്റിയും സംയുക്തമായാണ് 3 ദിവസം നീളുന്ന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. തേക്കടി ബാംബു ഗ്രോവിലെ കളരി ഹാളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജു മേള ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഇടപെടലുകളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ദൃശ്യഭാഷയിലൂടെ സമൂഹത്തിന് മുന്നിലെത്തിക്കേണ്ടത് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവർക്ക് എന്തൊക്കെയാണ് അവർ പറയുന്നത്? യുദ്ധത്തെപ്പറ്റി പറയുന്നുണ്ട്, യുദ്ധത്തെപ്പറ്റി പ്രതികരിക്കുന്നുണ്ട്, മാനവികതയെപ്പറ്റി പറയുന്നുണ്ട്, പരിസ്ഥിതിയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, അവർ നേരിടുന്ന മൗലിക പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, അവർ നേരിടുന്ന രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നാണ് സിനിമ. ഇതുകൂടി ഒരു സ്പേസ് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മളൊക്കെ അത്തരം സിനിമകൾ ലോകമെമ്പാടും ഉണ്ടാവുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്താൻ കൂടിയാണ് നമ്മളിങ്ങനെ ഗ്രീൻ ഫെസ്റ്റിവൽ എന്നുള്ള തരത്തിൽ പരിസ്ഥിതി ബോധ്യമുള്ള സിനിമ നടത്തുന്നത്. അതല്ലെങ്കിൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഗാസയും ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ PO സാജു അധ്യക്ഷത വഹിച്ചു. സിനിമാ നിരൂപകൻ MC രാജ്നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇക്കോ ഡെവലപ്മെന്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സൂരജ് ഭാസ്കർ, ചൈതന്യ ഫിലിം സൊസൈറ്റി സെക്രട്ടറി MA അഗസ്റ്റിൻ, അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ R ലക്ഷ്മി, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോണിക്കുട്ടി J ഒഴുകയിൽ എന്നിവരും സംസാരിച്ചു. ഡേവിഡ് ഷെർമാൻ സംവിധാനം ചെയ്ത മൈ പെൻഗിൻ ഫ്രണ്ട്, ഷോൺ സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത മുതുവാൻ കല്യാണം, ഡോക്ടർ ബിജുവിൻ്റെ ഓറഞ്ച് മരങ്ങളുടെ വീട് എന്നീ ചിത്രങ്ങളാണ് ആദ്യ ദിനം പ്രദർശിപ്പിച്ചത്. ജൂൺ 20 വരെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പരിസ്ഥിതി പ്രമേയമായ സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. സിറ്റി വിഷൻ, കുമളി.